ഷാഹിദ് കേൾക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നത് അതിന്റെ ഒരു അത് ഷാഹിദാണ്. ആഹാ, എന്താ പ്രോഗ്രാം? സാറ്റർഡേ നൈറ്റ് ഫീവർ ആണോ? ഇല്ല, തൊട്ടടുത്ത് അമ്പലത്തിലൊരു ഉത്സവം നടക്കുക. ശരി. അപ്പൊ ഞാന് ഷാഹിദിന്റെ ചിരി കാണുമ്പോഴേ അറിയാം ഞാൻ പറയേണ്ടതില്ല, വിളി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സാറിനെ കണ്ട സന്തോഷത്തിൽ ചിരിച്ചതാ. ഓ, എന്നെ കണ്ട സന്തോഷത്തിലാണ്. ഓക്കെ ഓക്കെ. എവിടെയാ സ്ഥലം? വേങ്ങേരി. കോഴിക്കോട്. കോഴിക്കോട്. ഓക്കെ. എന്താ ചെയ്യുന്നേ? ഞാൻ ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്ഥാപനം ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് കോമ്പോസിറ്റ് റീജിയൻസ് ആയിട്ട് വന്നിട്ട് അവിടെ അഡ്മിൻ അസിസ്റ്റന്റ് ആണ്. ഓ, വെരി ഗുഡ്. നല്ലൊരു ജോലിയാണ് ചെയ്യുന്നത്. ഐ മീൻ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ട് അല്ലേ? അതെ, അവരെ കെയർ ചെയ്യുന്ന സ്ഥാപനത്തില്. അതിന് മുമ്പേ അങ്ങനെയുള്ള സ്ഥാപനത്തിൽ തന്നെ ആയിരുന്നു. ഇപ്പോഴും അതിൽ തന്നെ ഒരു താല്പര്യമുള്ളതുകൊണ്ട് അതിൽ തന്നെ നിൽക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്ക് എന്റെ ബ്രദറിന് ഇടത്തെ കൈയില്ല, ജന്മനാല്. മലമ്പുഴ ഒരു പാർക്ക് തുടങ്ങിയിട്ടുണ്ട്, ബോച്ചെ പാർക്ക് ഫോർ ഡിഫറെന്റ്ലി ഏബിൾഡിന് പകരം ഏബിൾഡ് ഏഞ്ചൽസ്. നമ്മള് കഴിവുള്ളവരായിട്ടാണ് അവർ പറയുന്നത്. നമ്മൾ ഈ ഭിന്നശേഷി എന്നൊക്കെ വിളിക്കുന്നതിന് പകരം ഏബിൾഡ് ഏഞ്ചൽസ് ബോച്ചെ പാർക്ക് ഫോർ മലമ്പുഴയിലാണ് ചെയ്തിട്ടുള്ളത്. ഗവൺമെന്റ് കുറച്ച് സ്ഥലം തന്നിരുന്നു. നമ്മളും ഈ അങ്ങനെ ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ റിയലി അപ്രീഷിയേറ്റ്. നല്ലൊരു ജോലിയാണല്ലോ ചെയ്യുന്നത്. വീട്ടില് ഞാൻ ഒരുപാട് സാറിനെ പറ്റി ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ഈ മറ്റേ ഗൾഫിലുള്ള ആളെ രക്ഷിക്കാൻ വേണ്ടി സാറ് ഇറങ്ങിയ ശേഷമാണ് അത് വളരെ ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയത്. അങ്ങനെയില്ല, അയാളുടെ സമയമാണ്. ഈ ജനനം എപ്പോൾ, മരണം എപ്പോൾ, കുട്ടിയാണാണോ പെണ്ണാണോ, ആരെ എപ്പോൾ കണ്ടുമുട്ടും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കഴിവല്ല, അയാളുടെ സമയം ആയിട്ടില്ല. പബ്ലിക്കിലേക്ക് എത്തി തുടങ്ങിയ സാർ ഇറങ്ങിയ ശേഷമാണ്. എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. നമ്മൾ ഒരാളുടെ ആയുസ് കുറയ്ക്കാനും നീട്ടാനും ഒന്നും സാധ്യമല്ല. അപ്പൊ അയാളുടെ ആയുസ് അങ്ങനെ അങ്ങനെയാണ്. അതിനാരെങ്കിലുമൊക്കെ കാരണക്കാരായി മാറും പലരും എന്നുള്ളതേ ഉള്ളൂ. നമ്മളെ കൊണ്ടാവുന്നത് നമുക്ക് ചെയ്യാം, അത്ര തന്നെ. അതെ, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോ ഈ 10 ലക്ഷം എന്താ ചെയ്യാൻ പോണത്? കുറച്ച് പൈസ ഞാൻ സാറിന്റെ ബിസിനസ്സിൽ എനിക്ക് ഷെയർ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം താല്പര്യമുള്ള ഒരാളാണ്. എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ അല്ലേ? അപ്പൊ നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്തോ. ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കാം. അത് ബോച്ചെ ടീയുടെ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി കടയ്ക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷിക്കാൻ വേണ്ടുന്ന നമ്പറാണ്. നല്ല കാര്യമാണ്. നമ്മൾ ഇത് 10 ലക്ഷം കിട്ടിയ ആൾ തന്നെ കച്ചവടം ചെയ്യുമ്പോ അതിന്റെ ഒരു സാക്ഷ്യം വഹിക്കല്ലേ. അതുകൊണ്ട് നമുക്ക് നല്ലതാണ്. പിന്നെ കുറച്ച് നമ്മുടെ ഈ ഏബിൾഡ് ഏഞ്ചൽസിന് വേണ്ടി കുറച്ച് കൊടുത്തോളൂ, പാവപ്പെട്ടവർക്ക്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ആണ് അല്ലെ? വെരി ഗുഡ്, വെരി ഗുഡ്. അതിലൂടെ വരുമ്പോ കേറാൻ ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തില് നോക്കാൻ. സാറെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സാമൂഹിക ഇത് കണ്ടിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ബോച്ചെ ടീ. അതിലൂടെ വരുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ദിവസേനയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്ന വാചകം, നിങ്ങൾ ഓരോ തുള്ളി ചായ കുടിക്കുമ്പോഴും പാവങ്ങളുടെ ഓരോ തുള്ളി കണ്ണുനീര് ഒപ്പുന്നുണ്ട് ചായ കുടിക്കുന്നതോടൊപ്പം. അല്ലാതെ ചായ കുടിക്കാന്ന് മാത്രമല്ല, ഒരു നല്ല ലക്ഷ്യമുണ്ട്. ഇതിലൂടെ കുറച്ചധികം പൈസ എനിക്കും കുറച്ച് പാവപ്പെട്ടവർക്കും കൊടുക്കാന്നുള്ള ലക്ഷ്യം കൂടിയാണ്. താങ്ക് യു. ആ ഒരു മെന്റാലിറ്റി ഉള്ളതിന് വളരെ സന്തോഷം. ഇത് മിക്സ് ആണ്. ഞങ്ങളുടെ ബോച്ചെ 1000 ഏക്കർ ഉണ്ട് വയനാട്. അതുകൂടാതെ അതിൽ നിന്നൊന്നും മതിയാവില്ല. ഇത് ആസാം ടീ, വിയറ്റ്നാം ടീ, 3-4 തരം ടീ മിക്സ് ചെയ്തിട്ടാണ് ഈ ആ ഒരു ടേസ്റ്റിലേക്ക് എത്തിക്കുന്നത് ചായ. എപ്പോഴും ഒരു സ്റ്റേറ്റിൽ നിന്ന് വാങ്ങെടുത്താൽ തികയുമില്ല, ആ ടേസ്റ്റ് അത് മതിയാവില്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് വൈഫ്, 3 കുട്ടികള്. എന്ത് ചെയ്യുന്നു വൈഫും പിള്ളേരൊക്കെ? വൈഫ് 3 കുട്ടികൾ, ഒരാൾ ചെറുതാണ്, ഇപ്പൊ ഒരു 7 months ആയിട്ടേ ഉള്ളൂ. സ്ഥലത്ത് കുട്ടി നല്ല ഭാഗ്യമുണ്ട്, സമയം തെളിഞ്ഞു വരികയാണ്. 25 കോടി താങ്കൾക്ക് അടിക്കട്ടെ. ചിലവർ പറയില്ലേ, നമ്മുടെ പുതിയ കൊച്ചുണ്ടായി അതിനുശേഷം നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു, ഭാഗ്യം, എന്റെ നല്ല സമയം തെളിഞ്ഞു വരികയാണ് എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ആവട്ടെ. അവള് ഭാഗ്യവതിയാന്ന് എല്ലാരും പറഞ്ഞു. 6 ജനിച്ചത്. ശരി. വെറുതെ അല്ല. അപ്പൊ ആ കുട്ടി ജനിച്ചതിന് ശേഷം രാശി തെളിഞ്ഞിരിക്കുകയാണ്. പിന്നെ വീട് പണി നടക്കുന്നുണ്ട്, അത് മുടങ്ങി കിടക്കുകയാണ്. ഇപ്പൊ കുറച്ചൊരു ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടായിട്ട്. അപ്പൊ കറക്റ്റ് ആൾക്കാർ കിട്ടിയതല്ലേ. അപ്പൊ ഇത് അറിയിക്കും നിങ്ങളെ രൂപത്തിൽ വരുന്നു പറഞ്ഞവര് സാറിന്റെ രൂപത്തിൽ വരുന്നു. 1-2 ആഴ്ചക്കുള്ളിൽ അറിയിക്കും. അപ്പൊ ഒന്ന് വന്നാല് എല്ലാവരും വിളിച്ചിട്ട് ഒരുമിച്ച് ചെക്കുകൾ കൊടുക്കാം പതിവ്. ഓക്കെ. വേറെന്താ വിശേഷം? വേറെ ഞാനിപ്പോ എറണാകുളത്താണ്.